ഹലോ കൂട്ടുകാരെ, ക്രെറ്റേഷ്യസ് യുഗത്തിലെ ഹീറോസ് ആയിരുന്ന ടീറക്സുകൾ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഈ പുള്ളിയുടെ വ്യത്യസ്തമായൊരു കഥ കേട്ടാലോ? കഥയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബും വീഡിയോ ലൈക്കും കൂടാതെ ടീറക്സ് ഫാൻ ആയിട്ടുള്ളവര് കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. സോ ഹിയർ വി ഗോ ടു ദ മൂവി. ഐ ആം ടീറക്സ്. ലെറ്റ്സ് സ്റ്റാർട്ട്. 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള ഭൂമിയില് ക്രെറ്റേഷ്യസ് യുഗമായിരുന്ന സമയത്ത് ഭൂമിയിലെ രാജാക്കന്മാര് തന്നെയായിരുന്നു ടീറക്സുകൾ. അവരുടെ ഒരു ഒന്നൊന്നര ആറ്റിറ്റ്യൂഡ് കാരണമായിരിക്കാം ഇങ്ങനൊരു പേര് വന്നു വീണത്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഗ്രീൻ വാലി എന്നുള്ള പ്രദേശമാണ്. ദേ ഒരു ടീറക്സ് ഒരു കൂട്ടം ഡൈനോസറുകളെ ഉന്നം വച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരെണ്ണത്തെ സെലക്ട് ചെയ്ത് അതിനെ ചേസ് ചെയ്ത് പിടിച്ച് കീഴ്പ്പെടുത്തുന്നത് വരെ ടീറക്സുകൾക്ക് ഒരു വിശ്രമം ഉണ്ടാവില്ല. എന്താണോ താൻ നടത്തിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അതവരെ നടത്തിക്കുക തന്നെ ചെയ്തിരിക്കും. ഇപ്പോ ഒരു ടീറക്സ് അച്ഛൻ തന്റെ മകന് എങ്ങനെയാണ് വേട്ടയാടേണ്ടതെന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. അച്ഛനായ ലോഗൻ ജാരറ്റ് എന്ന മകനെ വിളിച്ച് മോന് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അച്ഛാ, എനിക്ക് വേട്ടയാടാനൊക്കെ മനസ്സിലായി, പക്ഷെ അച്ഛന്റെ കൂടെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് അച്ഛന്റെ വാലേ തൂങ്ങി നമ്മുടെ ജാരറ്റ് കളിച്ച് ചിരിച്ച് നടക്കാണ്. ദേ മോനെ, ഏറ്റവും ഭംഗിയുള്ള കൂണൊന്നും പോയിട്ട് കഴിച്ചേക്കല്ലേ. ഏറ്റവും ഭംഗിയുള്ളത് എന്താണോ അത് തന്നെയായിരിക്കാം ഏറ്റവും അപകടം കൂടിയതും. വാ, അധിക സമയം ഇവിടെ നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ് ലോഗൻ മകനെ വിളിച്ചോണ്ട് പോവുകയാണ്. അങ്ങനെ ഒരു കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം. നമ്മളെ ചുറ്റിപ്പറ്റി ആരൊക്കെയോ വരുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ പ്രദേശത്ത് ഒറ്റയ്ക്കൊന്നും വന്ന് നിൽക്കാൻ പാടില്ല കേട്ടോ. ഈ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ടൈപ്പ് ഡൈനോസറുകൾ ഉണ്ട്, അവരാണ് വെലോസിറാപ്റ്ററുകൾ. അവരുടെ അടുത്ത് ഒറ്റയ്ക്കെങ്ങാൻ ഈ ഒരു മട്ടും ഭാവമുള്ള പ്രദേശത്ത് എത്തിപ്പെട്ടാലേ ഭയങ്കര പ്രശ്നമായിരിക്കും. ദേ അപ്പുറത്ത് നിന്ന് ഒരു ഡൈനോസറിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ വാലി എന്ന സ്ഥലത്തിന്റെ രാജാവ് കൂടിയായിട്ടുള്ള നമ്മുടെ ലോഗൻ അവിടെ എന്ത് ഡൈനോസറിനാണ് അപകടം പറ്റിയതെന്ന് പോയി നോക്കുമ്പോൾ ഒരു കൂട്ടം വെലോസിറാപ്റ്ററുകള് ഒരു പാവം പിടിച്ച ബ്രാക്കിയോസോറസിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനെ തിന്നുന്നതിന് മുൻപായിട്ട് അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വെലോസിറാപ്റ്ററുകളുടെ അടുത്തേക്ക് ആരടാ ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ഞങ്ങളുടെ ഡൈനോസേഴ്സിനെ പിടിക്കാൻ നോക്കുന്നതെന്ന് ചോദിച്ച് നമ്മുടെ ലോഗൻ അവിടേക്ക് ചെല്ലുകയാണ്. ഈ വെലോസിറാപ്റ്ററുകളുടെ നേതാവായ ഫാങ് അവിടേക്ക് വരുന്നു. ഓ, രാജാവ് ഇവിടെ ഉണ്ടായിരുന്നു. നിന്നെയൊക്കെ ആരടാ രാജാവായി തെരഞ്ഞെടുത്തത്? അടികൂടിയിട്ട് അതിൽ ഫസ്റ്റ് ആവുന്നയാളല്ലേ രാജാവാകേണ്ടത്. വാ, ഞാനും നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. അന്നേരം വെലോസിറാപ്റ്ററുകൾ ഫാങ്ങിനോട് പറഞ്ഞു, ബോസേ, ഇത് ശരിക്കുള്ള സമയമല്ല. ചിലപ്പോൾ അവനെ പോലെ അവന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇവിടെ കാണും, അതുകൊണ്ട് ഇത് നടപ്പില്ല. അങ്ങനെ ലോഗനും ജാരറ്റും ഇവിടെ നിന്ന് പോവാണ്. മോനെ, ഇത്തരത്തില് ഒരുപാട് സിറ്റുവേഷൻസിലൂടെ നിനക്കും കടന്നു പോകേണ്ടി വരും. കാരണം അച്ഛന്റെ കാലശേഷം മോനായിരിക്കും ഇവിടുത്തെ രാജാവ്. അപ്പോഴേക്ക് നല്ലൊരു ടീറക്സ് ആവാനായിട്ട് മോൻ പ്രാപ്തനായിരിക്കണം എന്ന് പറയുമ്പോൾ ജാരറ്റ്, ഞാൻ അച്ഛന്റെ മോനല്ലേ, ഞാൻ എന്തായാലും അച്ഛന്റെ പേര് ദോഷം ഉണ്ടാക്കില്ലെന്ന് പറയുന്നു. പിറ്റേ ദിവസം ജാരറ്റ് എണീക്കുമ്പോൾ അവന്റെ അച്ഛൻ ടെറോസോറ ആയിട്ടുള്ള അച്ഛന്റെ കൂട്ടുകാരൻ ബെന്നിനോട് എന്തോ സംസാരിക്കുകയാണ്. അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ തൊട്ടു മുന്നിൽ കണ്ട ഒരു കുഞ്ഞൻ ഓന്തിനെ പിടിക്കാനായിട്ട് ജാരറ്റ് ശ്രമിക്കുന്നു. ഇത്തിരി കുഞ്ഞൻ ഓന്തിനെ പിടിക്കാൻ വരെ നമ്മുടെ ജാരറ്റ് കഷ്ടപ്പെടുന്നതിലൂടെ കൂട്ടുകാർക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, അവൻ എത്രത്തോളം കഴിവുള്ളവനാണെന്ന്. ഇടയ്ക്ക് വെച്ച് അവൻ എവിടേക്കോ തെറിച്ചു വീണു. അപ്പുറത്താണെങ്കിൽ കുറച്ചധികം ഡൈനോസർ മുട്ടകൾ ഉണ്ടായിരുന്നു. കാണാൻ മനോഹരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അതിനടുത്തേക്ക് പോയ ജാരറ്റിനെ ഈ മുട്ടകൾ ഇട്ട ഡൈനോസർ ആയ ഒരു തെറോപോഡ് വന്ന് പേടിപ്പിച്ചു. എന്റെ മുട്ടകൾ മോഷ്ടിക്കാൻ ശ്രമിക്കുവാണോ എന്ന് ചോദിച്ച് അവനെ ഓടിപ്പിച്ചു. ഇവന്റെ നിലവിളി കേട്ട് അച്ഛൻ ഓടി വന്ന് നോക്കുമ്പോൾ മോനിതെ താഴെ വീണ് കിടക്കാണ്. ഏയ്, നിന്റെ മുട്ടകൾ അവൻ മോഷ്ടിക്കാൻ ശ്രമിച്ചതൊന്നും ആയിരിക്കില്ല. ഓ, രാജാവിന്റെ മോനാണോ ഇത്? നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് വല്ല സുരക്ഷയുമുണ്ടോ? നിങ്ങളുടെ കൂട്ടരല്ലേ അന്ന് എന്റെ മുട്ടകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് അത് തടയാൻ പോയ എനിക്ക് അവർ നല്ല പണിയും തന്നു. നിങ്ങളെയൊക്കെ എങ്ങനെ വിശ്വസിക്കാനായിട്ടാണ്? അത് ഫാങ്ങും കൂട്ടരുമാണ്. ഞങ്ങളും അവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് ഈ അച്ഛൻ പറയുന്നു. ഇതേ സമയം ഈ വെലോസിറാപ്റ്ററുകളും ഫാങ്ങും കൂടി മറ്റൊരു ഡൈനോസറിനെ വട്ടം പിടിച്ച് നിൽക്കായിരുന്നു. ആ ഡൈനോസർ പേടിച്ച് കരയാനായിട്ട് ആരംഭിച്ചു. ഈ കരച്ചിൽ കേട്ടിട്ട് ജാരറ്റിന്റെ അച്ഛനും ജാരറ്റും കൂടി അവിടേക്ക് വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്റെ സ്ഥലത്ത് കയറി കളിക്കരുതെന്ന്. കളിച്ചാ നീ എന്ത് ചെയ്യടാ എന്ന് ഫാങ് അങ്ങോട്ട് വെല്ലുവിളിക്കാണ്. ജാരറ്റ്, നീ അപ്പുറത്ത് പോയി മാറി നിൽക്കുക, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അങ്ങനെ ഫാങ്ങും നമ്മുടെ ലോഗനും കൂടി ഒരു ഫൈറ്റിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്.
നമ്മളെ ഡൈനോസറുകൾക്കിടയിലെ ഒരു ചെറിയ റൂൾ ഉണ്ട്. മത്സരിച്ച് വിജയിക്കുന്നത് ആരാണോ അവരായിരിക്കും ആ സ്ഥലത്തിന്റെ നേതാവ്. ഇപ്പോ ഞാൻ നിന്നെ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ എന്ന് പറയാണ് ഫാങ്. എന്നിട്ട് അവിടെ കലക്കം ഫൈറ്റ് നടക്കുന്നു. പാവം അച്ഛൻ ഒരു ക്ലിഫിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നത് ജാരറ്റ് മുകളിൽ നിന്ന് കണ്ടു. അവനെ പിടിക്കാനായിട്ട് ഈ വെലോസിറാപ്റ്ററുകൾ ശ്രമിച്ചതും നമ്മുടെ ബെൻ അവിടേക്ക് വന്ന് അവനെയും പൊക്കിയെടുത്തോണ്ട് പറക്കാണ്. അങ്കിൾ ബെൻ, നിങ്ങൾക്ക് എന്നെ താങ്ങാൻ പറ്റില്ല. അത് പറഞ്ഞത് ശരിയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ബെൻ അറിയാതെ അവനെ താഴേക്കിടുകയാണ്. പാവം നമ്മുടെ ജാരറ്റ് താഴെ എവിടെയോ പോയി വീഴുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവനെ ഒരു പക്ഷി വന്ന് കൊത്തി എഴുന്നേൽപ്പിക്കുകയാണ്. ഈ പക്ഷിയുടെ പേര് കിയ എന്നായിരുന്നു. നമ്മുടെ ജാരറ്റ് എഴുന്നേറ്റപ്പോ അവനാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ട്. അയ്യോ, എനിക്ക് വിശന്നിട്ട് വയ്യേ. അന്നേരം കിയ ചോദിച്ചു, നിന്റെ പേരെന്താണ്? എന്റെ പേര് ജാരറ്റ് എന്നാണ്. എന്റെ അച്ഛനെ അവിടെ ഒരു കൂട്ടം ഡൈനോസറുകൾ ചേർന്ന് ഇങ്ങനെ കടിപിടി കൂടുന്നത് ഞാൻ കണ്ടതാണ്. അന്നേരം അവിടേക്ക് മറ്റൊരു ഡൈനോസർ വരുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കിയ ജാരറ്റിനെ ഹെൽപ്പ് ചെയ്യാണ്. ഈ പരിസരത്ത് ഇങ്ങനെയുള്ളത് പതിവാ, നീ ശ്രദ്ധിച്ചും കണ്ടും നടന്നു. പിന്നെ നിനക്ക് ഭക്ഷണം വേണമല്ലേ, ഈ പനമുകളിലെ പഴം കഴിച്ചോ എന്ന് പറയാണ് കിയ. ഞാനിതൊന്നും കഴിക്കില്ല. ഓ, ഞാൻ മറന്നുപോയി, നിനക്ക് മാംസമല്ലേ പറ്റുള്ളൂ. തൊട്ടപ്പുറത്ത് അവൻ ഒരു ആറ് കാണുകയാണ്. ഇതിൽ നിന്ന് ഞാൻ മീൻ പിടിച്ച് കഴിക്കാൻ നോക്കട്ടെ. പക്ഷേ ഇതൊന്നും പരിചയമില്ലാത്ത നമ്മുടെ ജാരറ്റിന് എങ്ങനെ മീൻ കിട്ടാനായിട്ടാണ്? അങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ജാരറ്റ് വിഷക്കൂട് കഴിച്ച് വിശപ്പടക്കാൻ തീരുമാനിച്ചു. ഒരെണ്ണം കഴിച്ചപ്പോഴേക്ക് അവൻ ബോധം കെട്ടി വീണു. പിന്നീട് ബോധം വന്ന് നോക്കുമ്പോൾ കിയ അവന്റെ അടുത്ത് കുറച്ച് പഴക്കുലകളുമായി വന്നിരിക്കുകയാണ്. ഇതിനെന്താ വല്ലാത്ത മാംസത്തിന്റെ മണം? അല്ല, ഇതിനല്ല, തൊട്ടപ്പുറത്ത് എന്തോ ഉണ്ട്. ജാരറ്റ്, നീ അങ്ങനെ പോവല്ലേ, വല്ല അപകടവും വരും കേട്ടോ. ജാരറ്റ് അന്വേഷിച്ചു പോയപ്പോ അവരുടെ ഒരു ഡൈനോസർ കിടക്കുന്നു. ഹായ്, എനിക്കുള്ള ഭക്ഷണം. അപ്പോഴാണ് ഈ ഡൈനോസറിനെ വേട്ടയാടി പിടിച്ചിരുന്ന ഒരു കാർനറ്റോറസ് അവിടേക്ക് വന്ന് എന്റെ ഭക്ഷണം കഴിക്കുന്നോടാ എന്ന് ചോദിച്ച് ജാരറ്റിനെ ഓടിപ്പിച്ചത്. അങ്ങനെ ആ കാർനറ്റോറസിനെ ചുറ്റിപ്പറ്റി തന്നെ നമ്മുടെ ജാരറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ കാർനറ്റോറസ് എന്ത് എളുപ്പത്തിലാ ഓരോരോ ഡൈനോസറുകളെ കീഴ്പ്പെടുത്തി അതിനെ ഭക്ഷണമാക്കുന്നത്. എനിക്കും വിശന്നിട്ട് വയ്യ, ഒരു ഇച്ചിരി പോലും ബാക്കിയില്ലല്ലോ. പിറ്റേ ദിവസവും ഈ കാർനറ്റോറസ് ഒരു ഡൈനോസറിനെ കീഴ്പ്പെടുത്തി അതിനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാരറ്റ് തൊട്ടപ്പുറത്ത് പോയിട്ട്, അണ്ണാ, എനിക്കും കൂടി കുറച്ച് തരാമോ? മിനിഞ്ഞാന്ന് തൊട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ആ കാർനറ്റോറസ് അവനോടും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. നിന്റെ വീട് എവിടാടാ? എന്റെ വീട് ഗ്രീൻ വാലിയിലാ. അവിടുത്തെ ടീറക്സുകളൊക്കെ ഉശിരന്മാരാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്റെ അച്ഛൻ അങ്ങനെ, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ. അണ്ണൻ എന്നെ പഠിപ്പിച്ചു തരാമോ? അങ്ങനെ ജാരറ്റിനെ ഈ കാർനറ്റോറസ് എങ്ങനെയാണ് ഡൈനോസറുകളെ പിടിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പമ്മി പമ്മി ചെല്ലണം. പക്ഷെ നീ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് പോലും ഒരെണ്ണത്തെ കിട്ടുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചോളാം എന്ന് പറഞ്ഞ് ജാരറ്റ് പോവാണ്. പക്ഷെ അവനെ കൊണ്ട് നടക്കുന്ന കാര്യമായിരുന്നില്ല ഈ വേട്ടയാടലെന്നൊക്കെ പറയുന്നത്. രാത്രിയാവോളം അവൻ ശ്രമിച്ചു, ഒന്നിനെയും കിട്ടിയില്ല. പിന്നീട് ഈ കാർനറ്റോറസിനടുത്തേക്ക് തന്നെ വന്നു. അണ്ണാ, എനിക്ക് ഇത്തവണയ്ക്ക് കൂടി ഒരു കുറച്ച് തരാമോ എന്ന് ചോദിക്കുകയാണ്. ഈ കാർനറ്റോറസ് സമ്മതിച്ചു. ഇവന്റെ പേര് ലൂക്കാസ് എന്നായിരുന്നു. നീ എന്റെ കൂടെ കൂടിക്കോ പയ്യ, ഞാൻ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാമെന്നും നമ്മുടെ ലൂക്കാസ് പറഞ്ഞു. അവര് നല്ല സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. ശരിക്കും നമ്മുടെ ജാരറ്റിന് അവന്റെ അച്ഛനെ പോലെയായിരുന്നു. അച്ഛൻ അവന് ട്രെയിനിങ് കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ലൂക്കാസും ട്രെയിനിങ് കൊടുക്കാനായി തുടങ്ങി. ആദ്യം നിന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറത്തേക്ക് വരണം. ദേ, അങ്ങനെയും ഇങ്ങനെയൊന്നും ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറാവരുത്. നിന്റെ കൈക്കും കാലിനും എല്ലാത്തിനും ബലം വേണം, മസില് വേണം. അതിനുവേണ്ടി നീ കുറച്ചധികം പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ വാലിന് പോലും ശക്തി വേണം എന്ന് പറഞ്ഞ് ഒരു വാല് കൊണ്ട് എങ്ങനെയാണ് മരമടിച്ച് തെറിപ്പിക്കേണ്ടതെന്ന് നമ്മുടെ ലൂക്കാസ് അവനെ പഠിപ്പിച്ചു കൊടുത്തു. ആദ്യമൊന്നും നടന്നില്ല. മോനെ, നീ നേരെ നിൽക്ക്, കൈയിന്റെയും കാലിന്റെയും ബലം വാലിന്റെ ഭാഗത്തേക്ക് കൊടുക്കുക. എന്നിട്ട് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് മരത്തിനിട്ട് നല്ല ഇടി കൊടുത്ത മരം കടപുഴകി വീഴും. ഇത്തരത്തിൽ വേണം നീ ഡൈനോസറുകളെ ഇടിക്കാനായിട്ട്. അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ ലൂക്കാസ് പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ ട്രെയിനിങ് അവസാനിപ്പിക്കാൻ പോവാണ്. അതിനു മുൻപ് ഈ കുത്തനെയുള്ള മല കയറണം. മല കയറിക്കൊണ്ടിരിക്കവേ അവൻ താഴേക്ക് വഴുതി വീണു. എന്നാലും പിന്മാറാതെ നമ്മുടെ ജാരറ്റ് മുന്നോട്ട് തന്നെ നടക്കാണ്. ഇത് കണ്ട് ലൂക്കാസിനും സന്തോഷമായി. അങ്ങനെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി വന്നപ്പോൾ പ്രഭാതം പൊട്ടിവിടരുന്ന് കാണുന്നു. നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലം കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ളതായിരിക്കുമെന്ന് ലൂക്കാസ് ജാരറ്റിനോട് പറഞ്ഞു. ലൂക്കാസിനോടൊത്തുള്ള ജീവിതം ജാരറ്റിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൂക്കാസ് ശരിക്ക് അവന്റെ അച്ഛൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെയാണ് ജാരറ്റിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചതും. അവൻ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളൊക്കെ വൃത്തിയായി പഠിച്ച ജാരറ്റ് ഒരു ദിവസം തനിയെ ഇര തേടാനായി പോയപ്പോൾ ഒരു ബ്രാക്കിയോസോറസിന്റെ ശബ്ദം കേട്ടു. ജാരറ്റ് ആ വശത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് നമ്മുടെ നേരത്തെ വെലോസിറാപ്റ്റർ കൂട്ടമില്ലേ, അവര് തന്നെയാണ് ഈ ബ്രാക്കിയോസോറസിനെ വളഞ്ഞിരിക്കുന്നത്.
ജാരറ്റ് അവന്മാരുടെ ഇടയിലേക്ക് ചെന്നു. നിങ്ങളുടെ വില്ലത്തരമൊന്നും ഇതുവരെ കഴിഞ്ഞില്ലല്ലേ? ഇത് നമ്മുടെ കിയയും കാണുന്നുണ്ട്. കിയ ഇക്കാര്യം ലൂക്കാസിനെ അറിയിക്കാണ്. എടാ കൊച്ചെറുക്ക, നിന്നെ അന്ന് മിസ്സാക്കിയതാണല്ലോ ഞങ്ങള്. ഇപ്പൊ എന്തായാലും നിന്നെ കിട്ടിയതില് ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ഇന്ന് നിന്നെ പൊരിച്ചു കഴിച്ചിട്ടേ ബാക്കി പണിയുള്ളൂ എന്ന് പറഞ്ഞ ജാരറ്റിനെ ഇവന്മാരെല്ലാവരും വട്ടം കൂടിയിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ കറക്റ്റായിട്ട് നമ്മുടെ ലൂക്കാസ് വന്ന്, ആരടാ എന്റെ ചെറുക്കനെ പിടിക്കാൻ നോക്കുന്നേ എന്നൊക്കെ ചോദിച്ച് ഇവന്മാർക്കിട്ട് നല്ല മുട്ടം പണി കൊടുക്കാണ്. നീ അങ്ങോട്ട് മാറുന്നില്ലടാ എന്ന് പറഞ്ഞ ലൂക്കാസ് ഈ വെലോസിറാപ്റ്റർ കൂട്ടത്തിന്റെ നടുക്ക് അങ്ങോട്ട് കയറി നിന്നു. അവനെ കാണിക്കാനുള്ളത് നിങ്ങളൊന്ന് എന്റെ മേത്ത് കാണിച്ചു നോക്കടാ എന്നും പറഞ്ഞ് വെല്ലുവിളിക്കാണ്. ഇവൻ ഈ പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോഴേ നമ്മുടെ വെലോസിറാപ്റ്ററുകള് വാലും പൊക്കി അങ്ങോട്ട് ഓടിപ്പോയി. അവര് പോയി കഴിഞ്ഞപ്പോ ലൂക്കാസ് ഞാൻ ആ ബ്രാക്കിയോസോറസിനെ കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ജാരറ്റ് അവനെ തടഞ്ഞു. നമ്മളിതിനെ രക്ഷപ്പെടുത്തിയത് അതിനെ തിന്നാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ച് ലൂക്കാസിനോട് വഴക്കിട്ട് അത് ഇതിന്റെ പിന്നാലെ പോവാണ്. ഈ ബ്രാക്കിയോസോറസിന്റെ പേര് ലെക്സ് എന്നായിരുന്നു. ബ്രാക്കിയോസോറസുകൾ വർഷത്തില് മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കൂട്ടം തെറ്റിയതാണ് ലെക്സ്. നോർത്തേൺ സ്റ്റാറിനെ ഫോളോ ചെയ്തിട്ടാണ് ബ്രാക്കിയോസോറസ് കൂട്ടം പോവുക. അതുകൊണ്ട് നമ്മളും അതിനെ ഫോളോ ചെയ്തു പോയാൽ എന്റെ കൂട്ടരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ലെക്സ് പറയുന്നു. ഇവരവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് ഈ വെലോസിറാപ്റ്ററുകൾ കാണുകയും ചെയ്തു. പിറ്റേന്ന് തന്നെ ലെക്സിന്റെ കൂട്ടത്തെ ജാരറ്റ് കണ്ടുപിടിച്ചു കൊടുത്തു. എന്നാൽ അവിടെ എത്തുന്നതിന് മുൻപ് ഈ വെലോസിറാപ്റ്ററുകൾ ഇവരെ വീണ്ടും വളഞ്ഞു. ലെക്സ്, നീ പെട്ടെന്ന് അതിനടുത്തേക്ക് പോക്കോ, ഞാനിവന്മാരുടെ ശ്രദ്ധ തിരിച്ചോളാം. അങ്ങനെ ജാരറ്റിന്റെ പിന്നാലെ ഈ വെലോസിറാപ്റ്ററുകൾ ഓട്ടമായി. ഇന്നലെ നിന്നെ രക്ഷിക്കാൻ വന്നവൻ ഇന്ന് നിന്നെ കണ്ടില്ലല്ലോ. നിന്നെ അങ്ങനെ അങ്ങ് തിന്നാൻ ഞങ്ങൾ ഒരുക്കമല്ല. അവനെ ഞങ്ങൾ നിന്റെ വെച്ച് കെണിയാക്കി പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ വെലോസിറാപ്റ്ററുകള് നമ്മുടെ ജാരറ്റിനെ ബോധം കെടുത്തി ഒരു സ്ഥലത്തിട്ടു. എന്നിട്ട് ലൂക്കാസിനെ അവിടേക്ക് വരുത്തിക്കാൻ വേണ്ടി ഇവന്മാരിൽ ഒരുത്തൻ ലൂക്കാസിന് അരികിലേക്ക് പോയി. ഞാൻ ശരിക്കും ഒരു കാര്യം പറയാൻ വന്നതാണ്. അവന്മാരില്ലേ നിന്റെ ജാരറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഈ വിവരം നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. അവര് ദുഷ്ടന്മാരാ. ഇത് കേട്ടതും ലൂക്കാസ് ഇവൻ പറയുന്നതൊക്കെ തന്നെ സത്യസന്ധമായിട്ടാണെന്ന് കരുതിയിട്ട് ജാരറ്റിനെ രക്ഷപ്പെടുത്താൻ പോയപ്പോ ഇവന്മാരാവട്ടെ ഒരു വലിയ പാറയുടെ മുകളിൽ ചെന്നിരുന്നിട്ട് ലൂക്കാസിനെ ജാരറ്റിന്റെ അടുത്തേക്ക് വരുത്തിച്ചതിന് ശേഷം ഇവന്മാരുടെ ദേഹത്തേക്ക് പാറകളെ തട്ടിയിടാൻ തുടങ്ങി. ലൂക്കാസ് ആവട്ടെ വാല് വെച്ചും കൈവച്ചും ഒക്കെ പാറകൾ തട്ടിയിടുന്നുണ്ടെങ്കിലും അവസാനം വലിയൊരു പാറ തട്ടിയിട്ടപ്പോ ശരിക്ക് അവരതിനകത്ത് കുടുങ്ങിപ്പോവാണ്. ഇനി നമ്മുടെ ബോസിനോട് നമുക്ക് പോയിട്ട് പറയാം, നമ്മളും നല്ല കഴിവുള്ളവരാണെന്ന്. ഒരു കാർണിറ്റോറസിനെ നമ്മൾ വകവരുത്തിയില്ലേ. നമ്മുടെ ജാരറ്റിന് ബോധം വന്ന് നോക്കുമ്പോൾ ലൂക്കാസ് തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട്. അവനും കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയ പരിക്ക് മാത്രം. എന്നാൽ ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയല്ലോ. അങ്ങനെ ക്ഷീണിച്ചവര് കിടക്കുമ്പോൾ ദേണ്ടടാ നമ്മുടെ ലെക്സും കൂട്ടരും അവിടേക്ക് എത്തിയിരിക്കുന്നു. അവൾ അമ്മയോട് പറഞ്ഞ് ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് വന്നിരിക്കുകയാണ്. ബ്രാക്കിയോസോറസുകൾ എല്ലാവരും ചേർന്ന് ഈ പാറയൊക്കെ തട്ടിപ്പൊട്ടിച്ച ജാരറ്റിനെയും ലൂക്കാസിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. നേരത്തെ ലെക്സിനെ കഴിക്കണം എന്ന് പറഞ്ഞതിന് ലൂക്കാസ് അവളോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഒന്നിച്ച് പുറത്തേക്ക് കടക്കുകയാണ്. പരിക്കുകളൊക്കെ ഭേദമായപ്പോൾ ലൂക്കാസ് വീണ്ടും ജാരറ്റിന് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. കാരണം ഇങ്ങനത്തെ സാഹചര്യങ്ങളെ നേരിടാനായിട്ട് ജാരറ്റിന് ഇപ്പോഴും അറിയില്ല. ഒരുപാട് വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം നമ്മുടെ ജാരറ്റ് ഇപ്പൊ കലക്കനായിട്ടുള്ള ഒരു ടീറക്സ് ആയിരിക്കുന്നു. അവൻ വളരുകയും ചെയ്തിരിക്കുന്നു. ലൂക്കാസിന് അറിയുന്ന വിദ്യകളൊക്കെ ഇപ്പൊ ജാരറ്റിനും അറിയാം. ഒന്നിനത്രം പോന്ന ഒരു മിടുക്കൻ ടീറക്സ്. ഒരു ദിവസം ഒരു കാർണിറ്റോറസിനെ കണ്ട ജാരറ്റും കിയയും അവിടേക്ക് ചെല്ലുകയാണ്. ആ കാർണിറ്റോറസിനും ലൂക്കാസിന്റെ അടിക്കുന്ന വിദ്യകളൊക്കെ അറിയാമായിരുന്നു. ലൂക്കാസിനെ കാണാനാണോ നിങ്ങൾ വന്നത്? നിനക്ക് അവനെ പരിചയമുണ്ടോ എന്ന് ചോദിച്ച് ജാരറ്റ് അവനടുത്തേക്ക് ചെന്നു. ഈ കാർണിറ്റോറസിന്റെ പേര് റോവൻ എന്നാണ്. ഡ്രാഗൺ വാലിയിലെ രാജകുമാരനായിരുന്നത്രേ നമ്മുടെ ലൂക്കാസ്. എന്നാൽ അവന്റെ അനിയന് രാജാവാകാൻ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മുടെ ലൂക്കാസ് അവരിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇപ്പോൾ ഇവരുടെ നാട് മറ്റൊരു കാർണിറ്റോറസ് കയ്യേറിയിരിക്കുന്നു. ഇക്കാര്യം നമ്മുടെ ലൂക്കാസിനോട് പറയാൻ വേണ്ടിയാണ് റോവൻ വന്നിരിക്കുന്നത്. നിന്റെ സഹോദരനെ കൊണ്ട് പറ്റില്ല. നമ്മുടെ നാടിന് ഇപ്പൊ നിന്നെ ആവശ്യമുണ്ട്. നീ വന്നാൽ മാത്രമാണ് ട്രൂവിനെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് റോവൻ പറയുന്നു. അന്ന് രാത്രി ഫുള്ള് ആലോചനയിലായിരുന്നു നമ്മുടെ ലൂക്കാസ്. ഇനി ആ നാട്ടിലേക്ക് തിരിച്ചു പോകണോ എന്നുള്ള ചിന്ത. ജാരറ്റ് അവൻ അടുത്തേക്ക് വന്നു. നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇവനിപ്പോ നമ്മളെ തേടി വന്നിരിക്കുന്നത്. ആവശ്യമുള്ളവരെ നമ്മൾ സഹായിക്കണം. അങ്ങനെ ജാരറ്റും ലൂക്കാസിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് യാത്രയായി. ട്രൂ എന്ന കാർണിറ്റോറസും കൂട്ടവുമായിരുന്നു ഇവരുടെ നാടിനെ ഇപ്പോ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ എത്തിയ ലൂക്കാസ് നിങ്ങൾ ചെയ്തത് തെണ്ടിത്തരമാണെന്ന് പറയുന്നു. നമുക്കിടയിൽ ഒരു റൂൾ ഉണ്ടല്ലോ, ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നത് ആരാണോ അവരാണ് സ്ഥാനമേൽക്കുക എന്നുള്ളത്. എന്തായാലും അത് തന്നെ നടക്കട്ടെ. നാളെ നീ എന്നോട് ഫൈറ്റിന് വാ എന്ന് പറഞ്ഞ് ട്രൂ അപ്പൊ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തു പോയി. അന്ന് രാത്രിയില്
ലൂക്കാസിന്റെ അടുത്തേക്ക് റോവൻ വരികയാണ്. വാ വാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോകുന്നു. ഏയ്, നാളെയാണ് ഫൈറ്റ് വെച്ചിരിക്കുന്നത്, നീ ഞാനുമായിട്ട് എങ്ങോട്ടാ പോകുന്നത്? അത് പിന്നെ എന്റെ മക്കളെ ട്രൂവിന്റെ കൂട്ടർ പിടിച്ചോണ്ടുപോയി. നീ നാളെ ഫൈറ്റ് ചെയ്യാതിരുന്നാൽ മാത്രമാണ് അവരെ വിട്ടു തരികയുള്ളൂ. നീ എന്തായാലും ഫൈറ്റ് ചെയ്യരുത്, അങ്ങനെയെങ്കിൽ അവൻ രാജാവായിക്കോട്ടെ എന്നൊക്കെ റോവൻ പറയാണ്. പിറ്റേന്ന് ഇവർ വിചാരിച്ചതുപോലെ തന്നെ ലൂക്കാസിനെ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് രാജാവാൻ ഞാൻ തന്നെ അർഹൻ എന്ന് പറഞ്ഞ ട്രൂവിനടുത്തേക്ക് നമ്മുടെ ജാരറ്റ് ചെല്ലുകയാണ്. അവനില്ലെങ്കിൽ എന്താ, നീ എന്നോട് പോരടിക്കുക, എന്നിട്ട് വിജയിച്ചാ നീ രാജാവായിക്കോ എന്ന് പറയുന്നു. ഓ, നിന്നെ കാണാനായിട്ട് ഒരെരയില്ലല്ലോടാ കൊച്ചനെ എന്നും പറഞ്ഞ് നമ്മുടെ ട്രൂ ജാരറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയതും അവന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കൂടി നിന്ന കാർണറ്റോറസുകളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. നിന്നെ കാണാനായിട്ട് ഗെറ്റപ്പില്ലെങ്കിലും നീ അടിക്കുന്നതിൽ സൂപ്പറാ. അപ്പോഴേക്ക് ലൂക്കാസും അവിടേക്ക് വന്നു. എന്നിട്ട് നിന്റെ ആ മണ്ടൻ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലായടാ എന്ന് പറഞ്ഞ ജാരറ്റിനോട്, നീ റോവന്റെ കൊച്ചുങ്ങളെ പോയി രക്ഷിക്കുക, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. കിയ അവിടെ ഈ കുട്ടികൾക്ക് കാവൽ നിന്നിരുന്ന 2 മണ്ടൻ കാർണറ്റോറസുകളെ ഇവിടെ നിന്ന് മാറ്റി. എന്നിട്ട് നമ്മുടെ ജാരറ്റിന് കുട്ടികളെ രക്ഷിക്കാനായിട്ട് വഴിയൊരുക്കി കൊടുക്കുകയാണ്. ജാരറ്റിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്ന കാർണറ്റോറസുകളെ അവൻ തന്നെ തനിയെ തീർപ്പാക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ ലൂക്കാസും ട്രൂവും കൂടിയിട്ടുള്ള ഗംഭീര ഫൈറ്റ് നടക്കാണ്. അധിക നേരം കഴിയാതെ റോവന്റെ മക്കളെയൊക്കെ നമ്മുടെ ജാരറ്റ് രക്ഷപ്പെടുത്തി. എന്നിട്ട് അവൻ നേരെ നമ്മുടെ ലൂക്കാസിനടുത്തേക്ക് വരികയാണ്. നീ എന്ത് കരുതിയടാ, ഇങ്ങനെ ഒരു മണ്ടൻ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പേടിച്ചോടിയിട്ട് നിന്നെ ഇവിടെ എന്നേക്കുമായിട്ട് രാജാവായി വാഴിക്കുമെന്നു? എന്റെ നാട്ടുകാരോട് എനിക്ക് സ്നേഹമുണ്ട്. ഇവരെ നീ ഭരിക്കുന്നത് കാണാനേ എനിക്കിഷ്ടമല്ല. നീ ഇത്രയും നാള് ഇവിടെ ഇവരെ അടിച്ചമർത്തിയ കഥയൊക്കെ ഞാൻ കേട്ടു. ഇനി അത് നടക്കില്ല മോനെ. ഈ നാടിന്റെ യഥാർത്ഥ അധികാരി ഇവിടെ തന്നെയുണ്ട്. ഇവർക്കാർക്കും ഒരു പ്രശ്നവും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോണം എന്ന് പറയാണ് നമ്മുടെ ലൂക്കാസ്. ഇത് കേട്ട് നാണം കേട്ട് ട്രൂ ഇവിടെ നിന്ന് പോയി. അപ്പോഴാണ് നമ്മുടെ ജാരറ്റിന്റെ അച്ഛന്റെ ഫ്രണ്ടായിട്ടുള്ള ബെൻ അവിടേക്ക് പറന്നു വരുന്നത്. എന്നിട്ട് അവന്റെ നാടിന്റെ ദുരവസ്ഥ പറയാണ്. ഫാങ്ങും കൂട്ടുകാരും ഇപ്പൊ അവിടെ ഫുള്ള് പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന്, അവർക്ക് ജാരറ്റിനെ ആവശ്യമുണ്ടെന്ന്. രാത്രിയിലെ ലൂക്കാസ് ജാരറ്റിനോട് സംസാരിച്ചു. നല്ലതേത് ചീത്തതേതെന്ന് തിരിച്ചറിയാൻ നിനക്ക് കഴിയും, അതുകൊണ്ട് നീ അവിടേക്ക് പോവണം, ആ നാടിനെ രക്ഷപ്പെടുത്തണം. അങ്ങനെ ബെന്നിന്റെ കൂടെ ജാരറ്റ് അവരുടെ നാട്ടിലേക്ക് യാത്രയായി. ചെന്നപ്പോ തന്നെ ഇവൻ കാണുന്നത് ആ വെലോസിറാപ്റ്റർ കൂട്ടത്തെയായിരുന്നു. അങ്ങനെ ഈ വെലോസിറാപ്റ്ററുകൾ ജാരറ്റിനെ കണ്ടതും അവന്റെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞാനേ അദ്ദേഹത്തിന്റെ മകനാ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടില് പൂണ്ട് വിളയാടുകയാണെന്ന് കേട്ടല്ലോ. ഞാൻ ഇവിടെ ജീവനോടെ ഉള്ളപ്പോ അതിന് ഞാൻ സമ്മതിക്കത്തില്ല മക്കളെ. നിന്നെ ഞങ്ങളെന്ന് കൊന്നതല്ലേ? ആ, കൊന്നതൊക്കെ തന്നെ. പക്ഷെ നിങ്ങളെ നേരിടാനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ തോന്നിയില്ല. അത് പിന്നെ ജാരറ്റ്, ഞങ്ങളല്ല ഇതിനൊന്നും പിന്നില്. ഫാങ് പറഞ്ഞതുകൊണ്ടാ ഞങ്ങളൊക്കെ ചെയ്തത്. അവനെ കൊണ്ട് ഞങ്ങളും പൊറുതിമുട്ടിയിരിക്കുക. നീ എങ്ങനെയെങ്കിലും ഞങ്ങളെ അവനിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ ജാരറ്റ് ഈ വെലോസിറാപ്റ്ററുകളുടെ വാക്ക് വിശ്വസിച്ച് ഫാങ്ങിനെ വെല്ലുവിളിക്കാൻ ചെല്ലുകയാണ്. ഇത്രയും നാള് എന്റെ നാടിനെ മുടിപ്പിച്ച എടാ ദുഷ്ട, നിന്നെ ഞാൻ ഇല്ലാതാക്കുവേടാ. എന്റെ അച്ഛനെ കൊന്നതിന്റെ പ്രതികാരവും എന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞ് ജാരറ്റ് ഫാങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എടാ കൊച്ചനെ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങള് എന്ന് ഫാങ് പറഞ്ഞു തുടങ്ങാണ്. ഞാനല്ല നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയത്, പിന്നെ ഇവന്മാര് പറഞ്ഞ കാര്യം. ഞാനൊന്നുമല്ല നിന്റെ നാടിനെ മുടിപ്പിക്കുന്നതും. നിന്നെ ഇങ്ങോട്ട് ഇളക്കി വിട്ട ഇവന്മാരില്ലേ, ഈ വെലോസിറാപ്റ്ററുകള്, ഇവര് തന്നെയാണ്. അന്ന് ശരിക്കും നിന്റെ അച്ഛനെയും എന്നെയും തമ്മി തല്ലിച്ചത് ഇവന്മാര് തന്നെയാണ്. ഞങ്ങളെ 2 ഒഴിവാക്കിയിട്ട് ഇവർക്കിവിടെ രാജാക്കന്മാരാകണമായിരുന്നു, എന്നിട്ട് ഇവിടെ വിലസനമായിരുന്നു. അങ്ങനെ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ ശ്രമിച്ചപ്പോഴാണ് കാൽ വഴുതി പുള്ളിക്കാരൻ ഈ ഒരു പാറയിൽ നിന്ന് താഴെ വീണത്. അല്ലാതെ ഞാനല്ല നിന്റെ അച്ഛനെ തള്ളിയിട്ടത്. ഞങ്ങൾ 2 പേരും ശ്രമിച്ചത് ഈ വെലോസിറാപ്റ്ററുകളെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാ അതൊന്നും തിരിച്ചറിയാതെ നീ ഇവിടെ നിന്ന് പോയി കളഞ്ഞു. നിന്നെ ഇവിടെ നിന്ന് ഇവന്മാര് തന്നെ ഒഴിവാക്കിയതാണ്. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായെന്നാ ഞാൻ കരുതുന്നത്. ഞാനല്ല നിന്റെ ശത്രു, ഇവന്മാരാണ്. അങ്ങനെ ജാരറ്റും ഫാങ്ങും കൂടിയിട്ട് ഈ വെലോസിറാപ്റ്ററുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് അടിക്കാനായി തുടങ്ങി. എന്നാൽ അതിനിടയ്ക്ക് ശരിക്കും ജാരറ്റിന്റെ അച്ഛൻ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഫാങ്ങിനെ ഇതിലെ ഒരുത്തൻ ഒരു വെലോസിറാപ്റ്റർ തള്ളി താഴേക്കിടുകയാണ്. താഴേക്ക് വീഴുന്ന ആ ഒരു സമയത്തും ജാരറ്റിനെ നോക്കി ഫാങ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ ഒരു കാര്യമാണ്. മോനെ, നിന്റെ നാടിനെ ഇവന്മാരുടെ കയ്യിൽ കൊടുക്കാതെ നീ തന്നെ സംരക്ഷിക്കണേ. നിന്റെ അച്ഛൻ ഒരു ഹീറോ ആയിരുന്നു. അദ്ദേഹം മരണം വരെയും ചെയ്തിരുന്ന ആ കാര്യം ഇനി നീ നിറവേറ്റണേ എന്നായിരുന്നു. ഫാങ്ങിനോട് വാക്ക് പറയുകയാണ് ജാരറ്റ്. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഇത്രയും നാളെ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിരുന്ന ഈ വെലോസിറാപ്റ്ററുകളെ എല്ലാത്തിനെയും ഇവിടെ നിന്ന് ഓടിപ്പിച്ചു വിട്ട് ജാരറ്റ് അവിടെ അത്ര പെരുമ്പറ പോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ ടീറക്സ് ആണ്, ഇവിടുത്തെ രാജാവാണ് ഞാൻ.
ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2022 പുറത്തിറങ്ങിയ ഐ ആം ടീറക്സ് എന്ന മനോഹരമായ അഡ്വഞ്ചറസായ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ഇവിടെ എൻഡ് ചെയ്യുന്നത്. സോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്ത് തോന്നി? എപ്പോഴും എപ്പോഴും വൺ ആൻഡ് ഓൺലി ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ ടീറക്സ് ആണെന്ന് പറയാൻ തോന്നുന്നുണ്ടോ? അത് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിലെ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേടിയെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിങ്ങനെ കരുതും ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴാണ് ഏറ്റവും സേഫ് എന്ന്. അതൊരു സർക്കിൾ സേഫ് ആണ്. നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അതിനകത്തിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പേടിയാണ്. നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പേടിയാണ്, നാലാൾക്കാരോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയാണ്. അങ്ങനെ കുറെ പേടികളിൽ നിന്ന് ഒതുങ്ങിക്കൂടിയിട്ടാണ് നമ്മൾ ആരോടും മിണ്ടാതെ ആരോടും ഇടപെടാതെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ. അങ്ങനെ നമുക്ക് പല പല പേടികളും മനസ്സിലുണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ ഔട്ട് ഓഫ് ദ സർക്കിൾ ഇറങ്ങിയിട്ട് നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഒന്നിനെയും തന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ എന്ത് ലക്ഷ്യമായാലും എത്രത്തോളം റിസ്ക് എടുത്തിട്ടായാലും അത് നേടാനായിട്ടുള്ള ഒരു ഊർജം ഈ ഒരു ഔട്ട് ഓഫ് സർക്കിൾ ആയി കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മുന്നോട്ട് വരാനായിട്ട് മടിക്കുന്നത്? നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അയ്യോ അത് പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും. അങ്ങനെയല്ല, എന്ത് കാര്യവും നമ്മൾ ഫസ്റ്റ് ആയിക്കോട്ടെ ലാസ്റ്റ് ആയിക്കോട്ടെ നമ്മുടെ ഊഴം വരുന്ന സമയത്ത് നമ്മളത് ചെയ്തേ പറ്റൂ. അതിപ്പോ ഫസ്റ്റ് ആയാലും ലാസ്റ്റ് ആയാലും ഒരുപോലെ തന്നെയാണ്. നമ്മൾ ആരെയും കണ്ടിട്ടല്ല പഠിക്കേണ്ടത്, നമ്മളെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട്. അത്തരത്തിലെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഐ ആം ടീറക്സ് എന്നുള്ള ഈ ഒരു മൂവി വഴി നമുക്ക് കിട്ടുന്നത്. സോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ടീറക്സ് ഫാൻ ആയിട്ടുള്ളവരുണ്ടായിരിക്കും, വേറെയും ഒരുപാട് ഡൈനോസേഴ്സിന്റെ ഫാൻ ആയിട്ടുള്ളവരുണ്ടായിരിക്കും. നിങ്ങൾ കാണുന്ന കൂട്ടുകാരൊക്കെ ഏത് ഡൈനോസറിന്റെ ഫാൻ ആണെന്ന് ജസ്റ്റ് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഇത്തരത്തിലെ ഡൈനോസർ മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇന്നത്തെ മൂവി ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ, മനസ്സിലാവാതെ വന്നിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അടുത്തൊരു അടിപൊളി കിണ്ണം കാഴ്ച സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.